രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ രാധയുടെ പ്രണയം 175ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം കിട്ടും. ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും, അതായത് നാളെ കൃത്യം 12 മണിയാകുമ്പോൾ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് വ്യാഴാഴ്ച കൃത്യം 12 മണിയാകുമ്പോൾ നമ്മുടെ അഷ്ടപതി അഥവാ ഗീതാ ഗോവിന്ദം എഴുതിയ ജയദേവ കവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി നിരവധി ബുക്കുകൾ വായിച്ച് ഞാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ കാണാത്ത വഴികളിലൂടെയുള്ള ജയദേവ കവിയുടെ യാത്രയ്ക്കായി കാത്തിരിക്കുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ദൂരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ വിവരങ്ങൾ അറിയാൻ എന്നെ 9645333999 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് നോക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 9645333999 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അഷ്ടാവക്ര ഗീത കിട്ടും. അത് നിങ്ങൾ കേൾക്കുക. ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കുക. ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്, കേൾക്കുക. പ്ലേലിസ്റ്റ് എടുത്താൽ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള അതിവിശിഷ്ടമായ ജീവിത കഥയുണ്ട്. നിങ്ങളത് കേൾക്കുക. അതേ കണക്ക് തന്നെ രാധികാ കവചം 2 ഉണ്ട്. 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അതിമനോഹരമായിട്ട്. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഭക്തമീര ഉണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതായിരിക്കും. തികച്ചും പോസിറ്റീവ് എനർജി നൽകുന്ന മോർണിംഗ് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് രാവിലെ 5:30 മണിക്ക് അത് കിട്ടും. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തു സൂക്ഷിക്കുന്ന രാധാ റാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, അത് നിശ്ചയമായും കാണണം. അതിവിശുദ്ധമായ വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് വേണ്ടവർ എൻ്റെ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമ്മൾ തുടങ്ങുകയാണ് രാധയുടെ പ്രണയം. അതേ, ആ മദ്യശാലയിലേക്ക് 6 അടി നീളമുള്ള അസാമാന്യമായ കരുത്തുള്ള ഒരു അതികായകൻ വരികയാണ്. അവൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കറുത്ത നാടോടി സുന്ദരിയെ കണ്ടു. മാദകമായ സൗന്ദര്യം. ആ സൗന്ദര്യത്തിൽ അവൻ ഭ്രമിച്ചുപോയി. അവക്ക് വേണ്ടി എത്ര രൂപയും വലിച്ചെറിയാൻ തയ്യാറാണ്. അതേ, അന്നത്തെ കാലത്തെ ഗണികകൾ, ദേവദാസികൾ, വേശ്യകൾ. വേശ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വേശ്യയല്ല. അന്നത്തെ കാലത്ത് വലിയ പ്രമുഖർക്ക് മാത്രം തങ്ങളുടെ കിടപ്പറ പങ്കിടുന്നവര്. അതും എങ്ങനെ? കാമകലകൾ അഭ്യസിച്ചവരാണ് അവര്. അല്ലാതെ നമ്മളെ ഇവിടുത്തെ കണക്ക് വെറുതെ ഒരു വികാരം തോന്നി പോകുന്ന അതല്ല. അവര് കാമകലകൾ പ്രത്യേകം അഭ്യസിച്ചവരാണ്. ആ പെൺകുട്ടി ഒരു ജിപ്സി പെൺകുട്ടി, കറുത്ത നാടോടി പെൺകുട്ടി, മാദകമായ സൗന്ദര്യമുള്ളവർ. അവള അതികായകന്റെ അടുക്കലേക്ക് വന്നു. അവന്റെ പാദത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി. അവൻ കോൾമയിർ കൊണ്ടു. അവൻ അവളെ 2 കൈകൾ കൊണ്ട് വാരിയെടുത്ത് അവനായി ഒരുക്കിയിട്ട ആ മദ്യശാലയിലെ മുറിയിലേക്ക് പോയി. അവളെ വാരി പുണർന്നു. അവളുടെ കന്യകാത്വം കവർന്നെടുത്തു. അവളുടെ ദേഹത്തോടെ ചോര ഒഴുകി. അത് കണ്ടവൻ പൊട്ടിച്ചിരിച്ചു. അതവനൊരു ഹരമാണ്. കന്യകയുമായി ബന്ധപ്പെടുക എന്നത്. അവൻ പറഞ്ഞു, ഹേ കറുത്ത സുന്ദരി, നിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇന്ന് അമാവാസിയാണ്. നീ അമാവാസി പോലെ കറുത്തതാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ അമാവാസ്യ എന്ന് വിളിക്കുന്നു. എൻ്റെ അമാവാസ്യ, നിന്നെ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായ അമാവാസ്യ. എനിക്കൊരുപാട് ഇഷ്ടമായ അമാവാസ്യ കെട്ടിപ്പിടിച്ചു. വീണ്ടും കെട്ടിപ്പിടിച്ചു ചുംബിച്ചിട്ട് ചോദിച്ചു, എന്താണ് താങ്കളുടെ പേരെന്താണ്? ആ അതികായകൻ അമാവാസ്യയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയൻ. എൻ്റെ പേര് അയൻ ഗോപൻ എന്നാണ്. പക്ഷേ എൻ്റെ അമാവാസ്യ, നീ എന്നെ രാജാജി എന്ന് വിളിച്ചുകൊള്ളൂ. നിന്നെ എനിക്കിഷ്ടമായി. നിനക്കെത്ര പണം വേണമെങ്കിലും ഞാൻ തരും. അമാവാസ്യ, ഇന്നു മുതൽ നീ എൻ്റേതായിരിക്കണം. എൻ്റേത് മാത്രമായിരിക്കണം. അമാവാസ്യ പറഞ്ഞു, ഞാൻ എൻ്റെ അയൻ അല്ല, രാജാജി. എൻ്റെ രാജാജിയുടേത് മാത്രമായിരിക്കും. വീണ്ടും അവൾ അവനിൽ ചുറ്റിപ്പടർന്നു കയറി. വീണ്ടും അവരൊന്നായി. 2 പേരും തളർന്നു കിടന്നുറങ്ങി. പിന്നെ ഇതൊരു നിത്യ പതിവായി. അയൻ ഗോപനെ സംബന്ധിച്ചിടത്തോളം അമാവാസ്യ ഇല്ലാതൊരു നിമിഷം പോലും വയ്യ. എല്ലാ ദിവസവും അവൻ അമാവാസ്യയെ സന്ദർശിക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് അമാവാസ്യ ഒരു വാർത്തയറിയുന്നത്. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ മുതൽ നമ്മൾ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്. ഭജഗോവിന്ദം എന്ന് പറഞ്ഞാൽ
എന്നാ പറയേണ്ടത്, നിങ്ങളൊരു ഹിന്ദുവായി ജനിച്ചെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സാധനം, നിങ്ങളൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് കേട്ടിരിക്കണം, ഭജഗോവിന്ദം നിങ്ങൾ കേട്ടിരിക്കണം. ഈ ബുധനാഴ്ച മുതൽ നമ്മൾ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതേ കണക്ക് വ്യാഴാഴ്ച നിങ്ങൾ അഷ്ടപതിയും ഗീതാ ഗോവിന്ദവും കൊണ്ട് ആസ്വദിച്ചു മതിമറന്നിരുന്നവരാണ്. ഈ വരുന്ന വ്യാഴാഴ്ച നിങ്ങൾക്ക് അഷ്ടപതിയുടെ രചയിതാവായ ജയദേവ കവിയുടെ നിഗൂഢ ജീവിത രഹസ്യങ്ങൾ തേടിയുള്ള എൻ്റെ യാത്ര, ആ യാത്ര ഇതാ സീരിയലായി വരാൻ പോവുകയാണ്. അതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് വ്യാഴാഴ്ച. അപ്പൊ ഈ ബുധനാഴ്ച നിങ്ങൾക്ക് 1ാമത്തെ എപ്പിസോഡ് വരാൻ പോവുകയാണ്. ഭജഗോവിന്ദം നമ്മുടെ അൽബ പാടിയിരിക്കുന്നു. വ്യാഴാഴ്ച നിങ്ങൾക്ക് ജയദേവ കവിയുടെ ജീവിത കഥ, നിഗൂഢ രഹസ്യങ്ങളടങ്ങിയ ജീവിത കഥ നിശ്ചയമായും നിങ്ങളത് കേൾക്കുക. അപ്പോൾ എന്താണ്, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ആ സമയത്താണ് നമ്മുടെ അമാവാസ്യ ഒരു കാര്യമറിയുന്നത്. ബർസാനയിൽ ഒരു അതിസുന്ദരിയുണ്ട്, അതീവ സുന്ദരി. അവളുടെ പേര് രാധാറാണി എന്നാണ്. ഈ രാധാറാണിയുമായുള്ള വിവാഹം അയന്റെ ചേച്ചിയായിട്ടുള്ള യശോദ വന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അധികം താമസിയാതെ അയനും രാധാറാണിയും തമ്മിൽ വിവാഹിതരാകും. ഈ വാർത്ത അറിഞ്ഞ നിമിഷം തൊട്ട് വല്ലാതെ അസ്വസ്ഥയായി അമാവാസ്യ മനസ്സിൽ പറഞ്ഞു, അയൻഗോപൻ എന്റേതാണ്, എന്റേത് മാത്രമാണവൻ. എന്റെ കന്യകാത്വം കവർന്നെടുത്ത ആദ്യത്തെ പുരുഷനാണവൻ. അതെ, എന്റെ കന്യകാത്വം കവർന്നെടുത്ത പുരുഷനാണ് അയൻഗോപൻ. അവൻ എന്റേത് മാത്രമാകണം, ഒരു രാധാറാണിയുടേതുമാകാൻ പാടില്ല. അവളുടെ മനസ്സ് അസ്വസ്ഥമായി. അന്ന് അയൻഗോപൻ വന്നു. അവളെല്ലാം മറച്ചു വെച്ച് അവനെ പരമാവധി സുഖിപ്പിച്ചു. അങ്ങനെ അയൻഗോപൻ മദ്യവും അതോടൊപ്പം തന്നെ നമ്മുടെ അമാവാസ്യയുടെ മാദക സൗന്ദര്യവും ആസ്വദിച്ച് തളർന്നു കിടക്കുകയാണ്. നേരം പ്രഭാതമായി. അയൻഗോപൻ അങ്ങനെ കിടക്കുകയാണ്. അമാവാസ്യ തൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. നിലത്ത് ചുരുണ്ടു കൂടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ എടുത്തു. അവൾ തൻ്റെ നഗ്നമായ മാനിടത്തിലേക്ക് ഇട്ടു. അവൾ നേരെ ചെന്ന് ജനാല തുറന്നു. ആ ജനാലയിലൂടെ തണുത്ത കാറ്റകത്തേക്ക് വന്നു. ജനാലയ്ക്കപ്പുറം അവൾ കണ്ടു യമുന ഒഴുകുകയാണ്. അവൾ 2 കൈയും കൂപ്പി യമുനയോട് പ്രാർത്ഥിച്ചു, അമ്മേ യമുനാദേവി, ഞാൻ അയനെ സ്നേഹിക്കുന്നു. അയൻ എൻ്റെ സർവസ്വവുമാണ്. അവൻ എൻ്റെ കാമുകനാണ്, അവൻ എൻ്റെ ജാരനാണ്, അവൻ എൻ്റെ സംരക്ഷകനാണ്. അവനിപ്പോൾ എൻ്റെ വലയിൽ പെട്ടുകിടക്കുകയാണ്. എന്നിൽ ഉറങ്ങിക്കിടന്ന എല്ലാ വികാരങ്ങളെയും ഉണർത്തിയത് അവനാണ്. എൻ്റെ വികാരങ്ങളെ തൊട്ടുണർത്തിയത് അവനാണ്. അവനെ ഞാൻ പ്രണയിക്കുന്നു. അമ്മേ, അവനെ എനിക്ക് തരണം. ബർസാനയിലുള്ള ഏതോ ഒരു സുന്ദരി രാധാറാണി ആ രാധയുമായുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മുടക്കിത്തരണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവനെ പ്രണയിക്കുന്നെങ്കിലും ഞാനൊരു ദേവദാസിയാണ്, ഒരു വേശ്യയാണ്. ഒരു പുരുഷനെ സന്തോഷിപ്പിക്കുക, അതിനപ്പുറം അവന്റെ ഭാര്യാപദം സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്തവരാണ് ഞങ്ങള്. എങ്കിലും എനിക്ക് അവനെ വേണം. ഞാൻ ദേവദാസിമാരിൽ തന്നെ ഉയർന്നവളാണ്. അതുകൊണ്ട് എനിക്ക് അവനെ വേണം. അവനെ എനിക്ക് തരണം. അവളുടെ ഹൃദയം നൊന്ത് അവൾ എന്ത് ചെയ്തു?
പ്രാർത്ഥിച്ചു. രാധ എന്ന ഒരു പെണ്ണിന് വേണ്ടി അവൻ തന്നെ ഉപേക്ഷിക്കുമോ? രാധ എന്ന സുന്ദരിയെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ എൻ്റെ അടുക്കലേക്ക് വരാതാകുമോ? അത് ആലോചിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വാള് കുത്തിയിറക്കുന്നത് പോലെ തോന്നി. ശരിയാണ്, രാധയുടെ അത്രയും സൗന്ദര്യം എനിക്കില്ല എന്നാണ് എൻ്റെ തോഴിമാര് വന്ന് പറഞ്ഞത്. തോഴിമാര് വന്ന് പറഞ്ഞതാകട്ടെ, രാധ എന്ന് പറയുന്നത് ദേവലോക സുന്ദരിയാണത്രേ. മനുഷ്യഗണത്തിലെങ്ങും അത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയില്ല. ആ രാധയുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. അങ്ങനെ വരുമ്പോൾ നിശ്ചയമായും അവൻ എന്നെ വിട്ടിട്ട് രാധയുടെ അടുക്കലേക്ക് പോകുമോ? വല്ലാത്ത ഒരു പക, ഒരു അസൂയ രാധയോട് തോന്നി. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രാധ, അമാവാസിയെ സംബന്ധിച്ചിടത്തോളം രാധ ഒരു വില്ലത്തിയായിട്ടാണ് തോന്നിയത്. തനിക്കൊരു എതിരാളി, വലിയ ഒരു എതിരാളി, സൗന്ദര്യം, അസാമാന്യ സൗന്ദര്യമുള്ളവൾ, അതെ, തനിക്കൊരു എതിരാളിയായി മാറിയിരിക്കുകയാണ്. ആരെന്ന് പറയുന്നത്? രാധ. ശരിക്കും അമാവാസ്യയ്ക്കൊത്ത എതിരാളി അങ്ങനെ പറയാൻ പോലും പറ്റത്തില്ല. കാരണം രാധാറാണി എവിടെ നിൽക്കുന്നു, ദേവദാസിയായ ഇവൾ എവിടെ നിൽക്കുന്നു? പക്ഷെ അവൾ അങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്, അയനെ എൻ്റെ കയ്യിൽ നിന്ന് ഇവൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ അയൻ ഉണർന്നപ്പോൾ അമാവാസ്യ ഇങ്ങനെ നിൽക്കുകയാണ്. അയൻ കൈകൊണ്ട് വിളിച്ചു. അമാവാസ്യ വന്നു, അവന്റെ അടുക്കലിരുന്നു. അപ്പൊ ചോദിച്ചു, എന്തേ എൻ്റെ പെണ്ണെ, നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നുവല്ലോ. അപ്പൊ അമാവാസ്യ അവന്റെ തോളിലൂടെ കൈയിട്ടിട്ട് ചോദിച്ചു, രാജാജി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? എന്നെ അഗാധമായി രാജാജി സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ അയൻ ചോദിച്ചു, ഇത് എന്തു പറ്റി സുന്ദരിക്ക്? അയൻ രണ്ട് കൈയും കൊണ്ട് അവളുടെ മുഖം കോരിയെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കറുത്ത നാടോടി സുന്ദരി, നിനക്ക് എന്താണ് വേണ്ടത് പറയൂ. അയൻ അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ കുയിലേ, എൻ്റെ കാക്കക്കുയിലേ, നിന്റെ ചുണ്ടുകൾ എനിക്ക് നൽകൂ, ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് കാണിച്ചു തരാം. അവളെ പൂണ്ടടക്കം പിടിച്ചു. അമാവാസ്യയുടെ സാരി വഴുതി വീണു. അവൾ അവന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ പറഞ്ഞു, രാജാജി എനിക്ക് വാക്ക് തരണം, ഒരിക്കലും എന്നെ വിട്ടുപോകരുതെന്ന്, ഒരിക്കലും എന്നെ വിട്ടുപോകില്ല എന്ന് എനിക്ക് വാക്ക് തരണം. രാധാറാണി ഉടൻ നിന്റെ ഭാര്യയാകുമെന്ന് പറയുന്നു. അവൾ അതീവ സുന്ദരിയാണെന്ന് പറയുന്നു. അവളെ കിട്ടിക്കഴിയുമ്പോൾ എന്നെ മറക്കില്ല എന്ന് എനിക്ക് വാക്ക് തരുമോ രാജാജി? എനിക്ക് വാക്ക് തരുമോ രാജാജി? അയൻ അവളെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകൾക്കുള്ളിലാക്കി മിണ്ടാൻ അനുവദിച്ചില്ല. എന്നിട്ട് പതുക്കെ അവളോട് പറഞ്ഞു, ഈ മനോഹരമായ നിമിഷം നീ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നശിപ്പിക്കാതെ എൻ്റെ അമാവാസ്യയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് ഒരു രാധാറാണിയെയും സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ സ്നേഹം മുഴുവൻ നിനക്കാണ്. രാധാറാണിയെ വീട്ടുകാരാലോചിക്കുന്നു, എനിക്ക് കല്യാണം നിശ്ചയിക്കുന്നു. പക്ഷേ എൻ്റെ പെണ്ണെ, നീയാണ് എൻ്റെ ഹൃദയം നിറയെ. നിന്നെ മാത്രമേ ഈ അയൻഗോപൻ സ്നേഹിക്കൂ. അയൻഗോപന്റെ ഹൃദയം നിനക്കുള്ളതാണ്. നിനക്ക് മാത്രമുള്ളതാണ് പെണ്ണെ അയൻഗോപന്റെ ഹൃദയം. പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? രാധ, എനിക്ക് രാധയേക്കാൾ വലുതാണ് നീ. അപ്പോൾ അവൾ അവനെ കിറുക്ക കെട്ടിപ്പിടിച്ചു. അവനും കെട്ടിപ്പിടിച്ചു. വീണ്ടും രണ്ടുപേരും തീവ്രമായ പ്രണയത്താൽ, തീവ്രമായ കാമത്താൽ ഒന്നായി അയൻഗോപൻ തളർന്നു കിടന്നു. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സിൽ അതേ
അയൻഗോപൻ എന്നെ സ്നേഹിക്കുമെന്ന് പറയുന്നെങ്കിലും അയൻഗോപൻ ഇതുപോലെ രാധയെ ചുറ്റിപ്പിടിക്കില്ലേ? രാധ അയൻഗോപന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നുറങ്ങില്ലേ? അത് ചിന്തിച്ചെനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അയൻഗോപന്റെ നെഞ്ചിൽ രാധ എന്ന സുന്ദരി മയങ്ങുന്നത് ആർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അമാവാസ്യയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ശ്രാവണ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച അമാവാസ്യ. അന്ന് അതിരാവിലെ എഴുന്നേറ്റു, യമുനയിൽ പോയി കുളിച്ചു, തിളക്കമുള്ള സാരി ധരിച്ചു, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി. അതായത് ഈ ദിവസം ശിവന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ അമാവാസ്യ പോകും. കാരണം അമാവാസ്യ കടുത്ത ശിവഭക്തയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയാണ് ശിവന്റെ ദിവസം. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും അമാവാസ്യ എവിടെ പോകാറുണ്ട്? ശിവക്ഷേത്രത്തിൽ പോകാറുണ്ട്. ജോലിക്കാരികള് പാലും തേനും, അതായത് ശിവൻ അഭിഷേകം നടത്താനുള്ള പാലും തേനും കുങ്കുമവും അർച്ചന ചെയ്യാനുള്ള പൂക്കളും കൂവളത്തിലയും യമുനയിലെ ജലം അഭിഷേകം ചെയ്യാൻ, ഇതെല്ലാം അവർ പ്രത്യേകമായി ഓരോ കൂടയ്ക്കകത്താക്കി കൊണ്ടുവരും. എല്ലാ തിങ്കളാഴ്ചയും അവിടെ ചെന്നിട്ട് അയനെ എന്നാണോ കണ്ടുമുട്ടിയത് അതിനുശേഷമുള്ള തിങ്കളാഴ്ചകളിൽ ചെന്നിട്ട് അവൾ ഭർത്താവിന് വേണ്ടി വ്രതമാചരിക്കും. അതായത് അയനെ ഭർത്താവായി സങ്കല്പിച്ചുകൊണ്ട്. അയൻ നിയമപരമായി തൻ്റെ ഭർത്താവല്ല, പക്ഷേ ശിവഭഗവാന് പോലും ഞാൻ അയനെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യം നിഷേധിക്കാൻ കഴിയില്ല എന്ന് അമാവാസ്യ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ചെന്ന് അയന്റെ ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കും. അതേ കണക്ക് അമാവാസ്യ ദീർഘസുമംഗലിയാകാൻ അനുഗ്രഹിക്കണം. അയനെ മറ്റാർക്കും കൊടുക്കരുത്, തനിക്ക് തന്നെ കിട്ടണം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ദേവദാസികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. പക്ഷേ ഈ അമാവാസ്യ ചോതിമുഖ്യന്റെ വാത്സല്യം അനുഭവിക്കുന്ന പ്രധാന ദേവദാസി ആയതുകൊണ്ട് അമാവാസ്യയ്ക്ക് സമൂഹത്തിലും ഒരു സ്ഥാനമുണ്ട്. ക്ഷേത്രത്തിനകത്ത് കയറാനും പറ്റും. അപ്പൊ അമാവാസ്യയെ സംബന്ധിച്ചിടത്തോളം അമാവാസ്യ ക്ഷേത്രത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നെ അയന്റെ ഭാര്യയാക്കണം, അയൻ എൻ്റെ ഭർത്താവ് തന്നെയാണ്, ഞാൻ ഇപ്പോഴേ അത് സങ്കല്പിച്ചു കഴിഞ്ഞു, അയന് ദീർഘായുസ് കൊടുക്കണം, ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം. എന്നാൽ ഇപ്പൊ പോകുന്ന പോക്കുണ്ടല്ലോ, അതിന് മറ്റൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. അത് അവിടെ ചെന്നിട്ട് പറയണം, ഏതോ ഒരു രാധാറാണി, ബർസാനയിലെ രാധാറാണിയുമായി അയന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്, അത് മുടക്കിത്തരണം. ഒരു കാരണവശാലും രാധാറാണിയും അയനും തമ്മിൽ വിവാഹിതരാകാൻ പാടില്ല. അതിനുവേണ്ടി ശിവഭഗവാന്റെ അടുക്കലേക്ക് പോവുകയാണ് കരഞ്ഞു പ്രാർത്ഥിക്കാനായി. പോകുന്ന വഴി മുഴുവനും മനസ്സ് നിറയെ ചിന്ത രാധയെ കുറിച്ചായിരുന്നു. ആരാണ് ഈ രാധ? ഇത്രയ്ക്ക് വലിയ സുന്ദരിയോ? ഇവിടങ്ങളിലെല്ലാം രാധയുടെ സൗന്ദര്യത്തെ കുറിച്ച് എന്നും വലിയ ചർച്ചയാണ്. ഞാനത് കേൾക്കുന്നുണ്ട്. ഓരോരുത്തർക്കും രാധയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതിഭയങ്കരമായ സുന്ദരി, അസാമാന്യമായ സുന്ദരി, അങ്ങനെയുള്ള ഒരു സുന്ദരിയാണത്രേ രാധ. ഈ രാധ ബർസാനയിലാണത്രേ. വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലായി പോയി. അവളുടെ അത്രയും സൗന്ദര്യവും തനിക്കില്ല. രാധയെ കാണുമ്പോൾ ഒരുപക്ഷെ എന്നെ മറക്കുമോ? അവൾ സ്വയം പറഞ്ഞു, ഇല്ല, രാധയെ കാണുമ്പോൾ എന്നെ മറക്കില്ല. കാരണം അയൻ ഗോപന്, എൻ്റെ രാജാജിക്ക് എന്നെ അത്രയ്ക്കിഷ്ടമാണ്. അങ്ങനെ ചിന്തിച്ചവൾ ക്ഷേത്രത്തിന്റെ അടുക്കലെത്തിയപ്പോഴും മനസ്സുകൊണ്ടുള്ള ഒരേ ഒരു പ്രാർത്ഥന, രാധയുമായുള്ള അയന്റെ വിവാഹം മുടക്കിത്തരണേ. അങ്ങനെ ചെന്നപ്പോ കാണാം, 2 കുതിരകൾ വലിക്കുന്ന ഒരു വണ്ടിയിൽ അകത്താരോ ഇങ്ങനെ വർത്തമാനം പറയുന്നു. 2 കുതിരകൾ വലിക്കുന്ന ഒരു വണ്ടി ആരെ കടന്നുപോയി? നമ്മുടെ അമാവാസ്യയെ കടന്നുപോയി. അമാവാസ്യയുടെ തൊട്ട് മുന്നിലായിട്ട് നിന്നു.
അമാവാസ്യ നോക്കിയപ്പോൾ ആദ്യം അതിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ ഇറങ്ങുന്നു, തോഴിമാരിറങ്ങുന്നു. അവരുടെ കയ്യിൽ വെള്ളിപ്പാത്രം, മഹാദേവന് സമർപ്പിക്കാനുള്ള പഴങ്ങള്, മധുരഫലങ്ങള്. അതേ, അതിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങുന്നു, സുന്ദരിയായ ഒരു സ്ത്രീ ഇറങ്ങുന്നു. റോസ് നിറത്തിലെ സാരി ധരിച്ചിരിക്കുന്നു, കഴുത്തിൽ വില കൂടിയ രത്നങ്ങൾ ധരിച്ച മാലയാണ്, സ്വർണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അസാമാന്യമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, അസാമാന്യമായ സൗന്ദര്യമുള്ള സ്ത്രീ. ഇതാരാണ്? ഇതാരാണ്? ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് നമസ്തേ ജി എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന സ്ത്രീകളെല്ലാം ഓടി വന്നിട്ട് ആ പേരുച്ചരിക്കുന്നു. ആ പേര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അമാവാസ്യ. ആ പേര് കേട്ടപ്പോൾ അമാവാസ്യ ഞെട്ടിപ്പോയി. അതെ, ആരാണ് ഈ 2 കുതിരകൾ വലിക്കുന്ന വണ്ടിയിൽ വന്നിറങ്ങിയ സുന്ദരി? പിങ്ക് റോസ് നിറത്തിലുള്ള സാരി ധരിച്ച ഈ സുന്ദരി ആരാണ്? ഈ സുന്ദരി ആരാണ്? അവരെ കണ്ട് എന്തിനാണ് അമാവാസ്യ ഞെട്ടിയത്? അക്ഷരാർത്ഥത്തിൽ അമാവാസ്യ ഞെട്ടി നിൽക്കുകയാണ്. എന്തിനാണ്? എന്തിനാണ്? വരും ഞാൻ, രാധാറാണി അനുഗ്രഹിച്ചാൽ വരും ഞാൻ അടുത്ത ചൊവ്വാഴ്ച. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.